and breathe in. Hold on and breathe out. ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും നിങ്ങളുടെ ശരീരം വളരെ റിലാക്സ്ഡ് ആകുന്നതായി നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ശരീരവും മനസ്സും ഇപ്പോൾ ഒരുപോലെ റിലാക്സ്ഡ് ആണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, ഐ കണക്ട് വിത്ത് മൈസെൽഫ്. ഞാൻ എൻ്റെ സ്വയത്തെയുമായി കണക്ട് ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയിൽ വളരെ ശാന്തമായ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്നേഹം എന്ന അനുഭവം കൊണ്ടുവരാം. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്നേഹം ഫീൽ ചെയ്യാം. സ്നേഹം എന്ന ഊർജം നിങ്ങളുടെ ശരീരം മുഴുവനായി പ്രസരിക്കുന്നത് നിങ്ങൾ അറിയുന്നു. പതിയെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും സ്നേഹം എന്ന അനുഭവം നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾക്ക് പകരാം. നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളെ സ്നേഹിക്കുന്ന ഓരോ ആളുകളെയും നിങ്ങൾക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. അവർക്കെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും സ്നേഹം എന്ന അനുഭവം പകരാം. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, ഓരോരുത്തരിലേക്കും നിങ്ങൾക്ക് സ്നേഹം എന്ന് പറഞ്ഞ അനുഭവത്തിനെ പകരാം. അവരുടെയെല്ലാം സന്തോഷത്തോടെയുള്ള വളരെ ആഹ്ലാദത്തോടെയുള്ള മുഖം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അവരിൽ നിന്നും തിരിച്ച് ഇങ്ങോട്ടും നിങ്ങൾക്ക് സ്നേഹം അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ ഇടപഴകുന്നതും വളരെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതും മനസ്സിൽ കാണാം.
പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടാവിനോട് നന്ദി പറയാം. ഈ ഒരു നിമിഷത്തിനും ഈ ഒരു സ്നേഹം എന്ന അനുഭവത്തിനും ഇങ്ങനെ ഈ ഒരു നിമിഷം എന്നിലേക്ക് എത്തിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ഫീൽ ദ ഗ്രാറ്റിറ്റ്യൂഡ്. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തിരിച്ചു വരാം. Breathe in. Hold on and breathe out. Breathe in. Hold on and breathe out. ദീർഘമായ ഒരു ശ്വാസം എടുത്തുവിട്ട് നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാം. Slowly open your eyes and come back. സോ തിരിച്ചെത്തിയിട്ടുള്ള ആളുകൾ ജസ്റ്റ് കൈകളൊക്കെ ഒന്ന് കൂട്ടി തിരുമ്മി ഫേസിലൊക്കെ ഒന്ന് ടാപ്പ് ചെയ്യാം കേട്ടോ. മെഡിറ്റേഷന്റെ ഒരു ഗ്ലിംസ് ഷെയർ ചെയ്യാം. നമ്മള് സ്നേഹം എന്നുള്ള ഒരു അനുഭവം നമുക്കറിയാം, ഹൃദയത്തിലാണ് നമ്മൾ സ്നേഹം ഫീൽ ചെയ്യുന്നത് അല്ലെ. അപ്പം ആ ഒരു ഫീലിംഗ് നമ്മൾക്ക് എപ്പോഴും ജെന്യൂൻ ആയിട്ട് അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഹൃദയത്തിൽ അത് ഫീൽ ചെയ്യണം. നമ്മൾ കണ്ടീഷണലായി തലകൊണ്ട് ചിന്തിച്ച് സ്നേഹിക്കുന്നത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാരിക്കോരി കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളെ മക്കളെയൊക്കെ സ്നേഹിക്കുന്ന സമയത്ത് എല്ലാ സമയവും നമുക്ക് ഈ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ എനർജി ഒന്ന് എന്ത് ചെയ്യണം, ബൂസ്റ്റ് ചെയ്യണം. ഇപ്പൊ ജസ്റ്റ് ആ ഒരു മെഡിറ്റേഷൻ ആണ് നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും സ്നേഹം കൊടുക്കാൻ സാധിക്കട്ടെ. ആൻഡ് എല്ലാവരും സെഷന് റെഡി ആണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യോ. ഓൾസോ മെഡിറ്റേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ടോ എല്ലാവരും? എങ്ങനെ ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ? നിങ്ങൾ ചാറ്റ് ബോക്സിൽ മാക്സിമം ആക്റ്റീവ് ആവാം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്കുകളും നിങ്ങളുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം. ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ എല്ലാവരും. ഓക്കെ, ബാക്കി നിങ്ങൾ എല്ലാവരും റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് സെഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഫീലിംഗ് ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. സോ യാ, എന്തായാലും നമ്മൾക്ക് സെഷനിലേക്ക് എൻ്റർ ചെയ്യാം. നിങ്ങൾ എല്ലാവരും മാക്സിമം എന്ത് ചെയ്യുക, വീഡിയോ മോഡിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് വീഡിയോ മോഡിൽ അറ്റൻഡ് ചെയ്യാം. ഓവർ ടു യു മാം, ലബീബ മാം. ഓക്കെ, താങ്ക് യു റിൻഷ മാം. എനിവേ ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഗുഡ് ഈവനിങ് ടു ഓൾ. ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ സെഷനിലോട്ട് പോവാം. കഴിഞ്ഞ സെഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്ക് പോവാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്നലെ ഓഫ്ലൈൻ സെഷനിൽ പങ്കെടുത്തവരുണ്ടാവാം, എങ്കിൽ കൂടി നിങ്ങൾ ഒന്നുകൂടെ കേൾക്കുന്ന സമയത്ത് ഏതൊരു അറിവും നമ്മള് വീണ്ടും വീണ്ടും കേൾക്കുന്ന സമയത്താണ് തിരിച്ചറിവ് ഉണ്ടാവും അല്ലെ. ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ പഠനം എന്ന് പറഞ്ഞത്, അറിഞ്ഞത് തന്നെ വീണ്ടും അൺലോക്ക് ചെയ്ത് ഇങ്ങനെ പഠിക്കുന്നതിനെയാണ് ഏറ്റവും വലിയ തിരിച്ചറിവായിട്ടും ഏറ്റവും വലിയ മാറ്റം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവരെ ഇതിൽ കേട്ടതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കേട്ടത് വേറൊരു തലത്തിലൂടെ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് സെഷനിലോട്ട് നോക്കാം. നമ്മള് സത്യത്തില് ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന റിൻഷന മാം എല്ലാവരും ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത് ഒരു ഗിഫ്റ്റുകളായിട്ട് അല്ലെങ്കിൽ ഒരു നിധികളായിട്ട് അല്ലെ. കുറച്ചു കാലത്തേക്ക് വേണ്ടിയിട്ട് മാത്രം ഇവിടെ ഒന്ന് ചുറ്റിപ്പറ്റി ജീവിച്ച് ഇവിടെ ഉള്ളതിനെല്ലാം ഒന്ന് പരിപാലിച്ചിട്ടൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര കാലം ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അല്ലാതെ ഒന്നും നമുക്ക് ഇവിടെ എന്തുണ്ടാവില്ല, പെർമനന്റ് ആയിട്ട് കിട്ടാൻ പോകുന്നില്ല അല്ലെ. ഇവിടെ ഞാനായാലും നിങ്ങളായാലും ഇന്നുണ്ടോ നാളെ ഉണ്ടോ ഒന്നും നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്ന കാലം
നമ്മൾക്ക് നമ്മളെ സൃഷ്ടാവ് എന്ത് ഏകിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ നമ്മളെ സൃഷ്ടാവ് നമുക്ക് എന്ത് പർപ്പസ് തന്നിട്ടുണ്ടോ, ആ പർപ്പസിലോട്ടൊന്ന് നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ജീവിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്റെ പർപ്പസ് എന്താണ്? എനിക്ക് കുറച്ച് മക്കളെ തന്നിട്ടുണ്ടോ, അപ്പൊ ആ ഒരു അതിലെ ഒരു പർപ്പസ് ആണ് എന്ത്? എന്റെ മക്കളെ നല്ല രീതിയിൽ കെയർ ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ ഭൂമിയിൽ എന്ത് ചെയ്യാ, ഭൂമിയിലും ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ എന്ന് പറയുന്ന ലൈഫിലും അവരെ ഹാപ്പി ആക്കുക എന്നുള്ളത് നമ്മളുടെ മേലുള്ള കടമയാണ് അല്ലെ. ഇതേ സമയം നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു പാരന്റിങ് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താനുള്ള ഒരു അവസരമല്ല ഇത്. അവിടെ നമ്മളെ പാരന്റ്സിന് ഒരു ഫോർഗീവ്നെസ് ഒക്കെ കൊടുത്ത് മാപ്പ് കൊടുത്ത് അവരിൽ കൂടുതൽ നന്ദി പ്രകടിപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എന്തിനാ ഇവിടെ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എത്ര കാലത്തേക്കാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്, നമ്മൾ എന്തിനായിട്ട് ഇവിടെ വന്നിട്ടുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഞാൻ പറഞ്ഞു കുറച്ചു കാലത്തേക്ക് ഒരു ഗിഫ്റ്റുകളായിട്ട് വന്നതാണ് നമ്മൾ ഈ ഭൂമിയിലോട്ട് അല്ലെ. അപ്പൊ ഒരു ഗിഫ്റ്റ് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് അത് കുറഞ്ഞ കാലാണ് നമ്മൾ എന്ത് ചെയ്യാ, ആസ്വദിച്ചു കൊണ്ടുനടക്കുക അല്ലെ. പിന്നെ അത് നമ്മളെ ലൈഫിൽ ഒരു പാർട്ടായിട്ട്, ഇപ്പൊ ഇവൻ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാല് അത് ഉപയോഗിക്കുന്ന കുറച്ച് സമയമൊക്കെ എന്തെയ്ക്കാരം, അല്ലെങ്കിൽ കുറച്ചു കാലം എനിക്കത് ഭയങ്കര ഭംഗിയായിട്ടും അത് ആസ്വദിക്കാനും കഴിയും. പിന്നീട് അത് ആസ്വാദനം ഇല്ല എന്നല്ല പറയുന്നത്, ബട്ട് എന്താണ് നമ്മളെ ലൈഫിലുള്ള ഒരു സംഭവമായിട്ട് അലിഞ്ഞു ചേരും എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഗിഫ്റ്റുകളായിട്ടാണ് ഭൂമിയിലോട്ട് വന്നിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ പാരന്റ്സിന്റെ ഗിഫ്റ്റുകളായിട്ടാണ് നമ്മൾ ഭൂമിയിലോട്ട് വന്നിട്ടുള്ളതെങ്കിൽ, നമ്മളിലൂടെ ഗിഫ്റ്റുകളായിട്ട് പുറപ്പെട്ടവരാണ് ആര്? നമ്മളുടെ മക്കൾ എന്ന് പറയുന്നത്. അപ്പൊ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മളെ ദൈവം പോലും നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള അല്ലെ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുപോലും ഒരു സാധനം പോലും ഭൂമിയിൽ എന്തില്ല, വേർപിരിഞ്ഞിരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് എത്രയോ ജനറേഷണൽ പാറ്റേൺസ് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇന്ന് ഇരിക്കുന്നത് അല്ലെ. നമ്മൾക്ക് കഴിഞ്ഞു പോയിട്ടുള്ള നമ്മളെ വല്യപ്പന്മാര് വല്യമ്മമാര് നമ്മളുടെ ഉമ്മ ഉപ്പ ഇങ്ങനെയുള്ള ഒരുപാട് ചങ്ങലകൾ നമ്മൾക്ക് ബാക്കിൽ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കാൻ കാരണം. അതുപോലെ തന്നെയാണ് നമ്മളിലൂടെയാണ് പുതിയ ജനറേഷനെ പോലും ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു ഗസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഇങ്ങോട്ട് ഭൂമിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിലൂടെ ഗസ്റ്റ് ആയിട്ട് സ്വീകരിക്കപ്പെടേണ്ടവരാണ് ആര്? നമ്മളെ മക്കൾ എന്നുള്ളത്. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒന്ന് ഗസ്റ്റ് ആയിട്ട് ഒന്ന് പരിഗണിച്ചു നോക്കുക എന്നുള്ളതാണ്. ഗസ്റ്റിനെ പരിഗണിക്കുക എന്ന് പറയുമ്പോ ഒരു വീട്ടിലോട്ട് നിങ്ങളോട് പറയാതെ ഒരു അതിഥി വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളോട് ഇന്ന് പറയണേ, ഞാൻ ഇന്ന് നിങ്ങളുടെ വീട്ടിലോട്ട് ഒരു ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് എന്ന് അറിയിച്ചിട്ട് വരുന്നതും അറിയിക്കാതെ വരുന്നതും രണ്ട് തരത്തിലാണ്. ബട്ട് എങ്കിലും നിങ്ങൾ രണ്ടും ഒരേ മനോഭാവത്തോടെയാണ് എന്ത് ചെയ്യുക, ആ ഗസ്റ്റിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. പറഞ്ഞിട്ട് വരുമ്പോ നിങ്ങൾ കുറച്ചുകൂടെ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ പറയാതെ വന്നാൽ പോലും നിങ്ങൾ തരുന്ന ഒരു ചായയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ചെറിയ മിച്ചർ ആണെങ്കിലും, ഒരു ചെറിയ സ്നാക്സ് ആണെങ്കിലും, അത് നിങ്ങൾ തരുന്നത് വളരെ പ്യുവർ ആയിട്ടുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹത്തോട് കൂടിയിട്ടാവും അല്ലെ. നമ്മൾ ചില ഗസ്റ്റുകൾ നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, പോലെ ഒരു വെള്ളം കുടിക്കാതെ പോലെ അല്ലെ, ഇനി അവര് എത്ര നിർബന്ധിച്ചിട്ട് നമ്മളോട് ഫുഡ് കഴിച്ചു വന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാലും അവരോട് നമ്മൾ തുറന്ന് പറച്ചിലുകൾ ഉണ്ട്. അതെങ്ങനെ, ഏത് രൂപത്തില്, ആ രൂപത്തിലാണോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ട്രീറ്റ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കൂടുമ്പോ ഇമ്പം ഉള്ളതാണ് എന്ത്, നമ്മളുടെ കുടുംബം എന്ന് പറയുന്നത് അല്ലെ. കുടുംബത്തിലുള്ള എല്ലാ മെമ്പേഴ്സുമാരും നമ്മളുടെ ചുറ്റുപാടിലെ എല്ലാ മക്കളും എല്ലാം കൂടെ ഇങ്ങനെ ഒത്തുചേർന്നിട്ട് നമ്മളൊരു ഗാദറിങ് നടക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇമ്പം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം ഉണ്ടാവും ആ ഒരു മീറ്റിംഗിൽ എന്നുള്ളതാണ്. അപ്പൊ ചേരുമ്പോ ഇമ്പം ഉള്ളതാണ്, അല്ലെങ്കിൽ കൂടുമ്പോ ഇമ്പം ഉള്ളതാണ് കുടുംബം എങ്കിൽ, ആ കുടുംബത്തിൽ ഇമ്പം ചേർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഇമ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് അവിടെ ആഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പ്രത്യേകിച്ച് നമ്മൾക്കിപ്പോ ന്യൂ ബോൺ ബേബീസോ അല്ലെങ്കിൽ ഇന്ന് വളർന്നു വരുന്ന ഏത് കുട്ടികളുടെ കാര്യത്തിലും പാരന്റ്സിന് ഉണ്ടാകുന്ന ആവലാതിയാണ്, ഇന്നത്തെ മക്കൾക്ക് നമ്മളുടെ കുടുംബത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഇമ്പം സ്നേഹം കെയറിങ് ഒക്കെ നഷ്ടപ്പെടുമ്പോഴാണ് പുറത്തുള്ള പല ലഹരികളും അവർ അന്വേഷിച്ചു പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ പുറത്തുള്ള ലഹരികൾ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അത് മദ്യമാവാം, കഞ്ചാവാകാം, ഇങ്ങനെയുള്ള അതിന്റെ പിറകിൽ വരുന്ന പല സംഗതികളാവാന്നുള്ളതാണ്. പക്ഷെ ഈ വീട്ടിനുള്ളിൽ ഇമ്പം എന്ന ഒരു ലഹരി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, ആ കുട്ടികൾ എവിടേക്കും പോകില്ല എന്നുള്ളതാ. വീട്ടിനുള്ളിലെ ഒരു ലഹരി ആസ്വദിച്ച കുട്ടിയാണ് നിങ്ങളുടെ മക്കൾ എങ്കിൽ അവരൊരിക്കലും പുറത്തത്തെ ലഹരി തേടിയിട്ട് പോകൂല എന്നുള്ളതാണ്. അവര് പറയും, അല്ലെങ്കിൽ പറയാതെ അവരുടെ മനസ്സിലുണ്ടാവും, എന്റെ ലഹരി എന്ന് പറയുന്നത് എന്റെ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ എന്റെ വീട്ടിലെ അംഗങ്ങളാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും എന്നുള്ളതാണ്.
അല്ലെ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്റെ വീട്ടിൽ ഇനി ലഹരി കൊണ്ടുവരേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ ലഹരി എന്ന് ഉദ്ദേശിച്ചത് നെഗറ്റീവ് ആയിട്ടുള്ള വേർഷൻ അല്ല, പോസിറ്റീവ് ആയിട്ടാണ് പറഞ്ഞത്. വീട്ടിലുള്ളില് സ്നേഹം അല്ലെങ്കിൽ നമ്മളെ അടുത്ത് നിന്ന് കിട്ടേണ്ട സ്നേഹം അൺകണ്ടീഷണൽ ആണോ? അതായത് എന്തെങ്കിലും തന്നാലേ ഞാൻ നിനക്ക് സ്നേഹം തരൂ, നീ അത് ചെയ്താലേ നിനക്ക് സ്നേഹം തരൂ എന്നതിന് പകരം നിങ്ങൾ അതിനൊരു സ്റ്റോപ്പ് ഇല്ലാതെ, ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ നിങ്ങളൊരു സ്നേഹം കൊടുക്കുന്നവരാണോ? അതുപോലെ ഗസ്റ്റിനെ പരിഗണിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളെ മക്കളെ എവിടേക്കും പോകില്ല, നിങ്ങൾ എഴുതി വെച്ചോളൂ എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ അടുത്ത് ഒരു ചീഫ് മിനിസ്റ്റർ ഒരു മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ മക്കളൊക്കെ എന്ന് പറയുന്നത് ഒരു പെട്ടിക്കൂട്ടിൽ അടച്ച മക്കളാണ്, അല്ലെങ്കിൽ ഒരു ബോക്സിൽ അടച്ച മക്കളാണെന്നുള്ളത്. സത്യത്തിൽ ഇത് യാഥാർത്ഥ്യമാണെന്നുള്ളതാണ്. അതായത് ഈ ഇന്നത്തെ മക്കള് എന്ത് ചെയ്യണം, വീട് എന്ന ഒരു പെട്ടിയിൽ, മൊബൈൽ എന്ന പെട്ടിയിൽ ഇരിക്കുന്നു, വീണ്ടും നേരം വെളുക്കുന്നു, ബസ് എന്ന പെട്ടിയിൽ കയറി പോകുന്നു, സ്കൂൾ എന്ന പെട്ടിയിൽ കയറിയിട്ട് എന്തുണ്ടാവുന്നു, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, തിരിച്ച് വീട്ടിലോട്ട് വരുന്നു എന്നുള്ളതാണ്. ഈ പെട്ടിയിൽ നിന്നും മാറിയിട്ട് സ്വയം നമ്മൾ അവസരങ്ങളൊന്നും കൊടുക്കുന്നില്ല. എന്തിന്? മക്കൾക്ക് അറിവുകൾ നേടാനും. ചില കാര്യങ്ങൾ ബുക്കിലൂടെ നേടേണ്ടതാണ്, ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസിലൂടെ നേടേണ്ടതാണ്, ചിലത് നമ്മൾ അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ആകെ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്തിന്റെ പാട്ടാന്നറിയോ? അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ആകരുത്, ഇങ്ങനെ ആവരുത് എന്നുള്ള പാട്ടുകളാണ്. പകരം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക, നീ അതൊന്ന് ചെയ്താൽ അത് നല്ലതാവും, അല്ലെങ്കിൽ അതിന് ചെയ്താലുള്ള ഗുണവശങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർ ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യും, അവരുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഈ സ്നേഹം, അനുഭൂതി ഇങ്ങനെ പറഞ്ഞിട്ടുള്ള പല സംഭവങ്ങളിലും നമ്മളുടെ ലൈഫിൽ നമ്മൾ എത്രത്തോളം ആഡ് ചെയ്യുന്നോ, അതല്ലെങ്കിൽ നമ്മളെ സെൽഫിനെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിലേ നമ്മൾക്ക് അത് പുറത്ത് കൊടുക്കാൻ പറ്റുള്ളൂ പ്യുവറായിട്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പാരന്റ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇതൊന്നും നിങ്ങൾ ചെയ്യുന്ന പാരന്റിങ് തെറ്റാണ് എന്നല്ല ഇവിടെ പറയുന്നത്. പക്ഷെ തിരുത്തലുകൾക്കും മാറ്റങ്ങൾക്കും നമ്മൾ അഭയം പ്രാപിക്കണം എന്നുള്ളതാണ്. കാരണം ഇത്രയും കാലങ്ങൾ വളർന്നു വരുമ്പോ, സാഹചര്യങ്ങൾ മാറുമ്പോ, ന്യൂജൻ അപ്ഡേഷൻസ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും എന്തല്ല, ന്യൂജൻ മക്കളെ അല്ല പഴി ചാരേണ്ടത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ന്യൂജൻ മക്കളെ പഴി ചാരിയിട്ട് ഇന്നത്തെ കുട്ടികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കേണ്ടത് എന്താണെന്നറിയോ? ആ ന്യൂജൻ രീതികൾ, പാരന്റിങ് രീതികൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ എന്ത് ചെയ്താലാണ് എന്റെ മക്കൾ ഒന്ന് അപ്ഡേറ്റ് ആവുക, അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് ഏത് രീതിയിൽ അപ്ഡേറ്റ് ആവാനാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് നമ്മളൊന്ന് അപ്ഡേറ്റ് ആവുന്ന സമയത്ത് അവര് എവിടേക്കും പോവില്ല എന്നുള്ളതാണ്. അല്ലെ? ഇന്ന് എവിടെ ചെന്നാലും എല്ലാ പാരന്റ്സും പറയുന്ന ഒരു ആവലാതിയാണ്, എങ്ങനെയേ അറിയില്ല, ഞാൻ വേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ട്, എന്ത് കൊടുത്തിട്ടും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നുള്ളത്. സത്യത്തിൽ നിങ്ങൾ വേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ടാവും. ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ, ഒരു ഉപ്പ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളോ എനിക്ക് കിട്ടാത്തത് അവർക്ക് കിട്ടാതിരിക്കണമെന്നോ ആലോചിക്കുന്നവരല്ല. അല്ലെ? സത്യത്തിൽ എല്ലാതും നമ്മൾ കൊടുക്കുന്ന മനുഷ്യന്മാരാണ്. പക്ഷെ ഈ കൊടുക്കുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളുടെ ബിഹൈൻഡ് ഇന്റൻഷൻ, നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ബാക്കിലുള്ള നീയത്ത് എന്താണോ ആ നീയത്തിനനുസരിച്ചാണ് അവരിതിൽ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എന്റെ കുട്ടിക്ക് ആവശ്യത്തിന് ഇങ്ങനെ ക്യാഷ് കൊടുക്കുന്നുണ്ടെന്ന് കരുതുക. ഈ ക്യാഷ് കൊടുക്കുന്ന സമയത്തും നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്താണ്? എനിക്ക് ഈ ഭാഗ്യം ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു എന്നുള്ള തോന്നലോട് കൂടിയിട്ടാണ് ഈ മക്കളെ ഇത് ഓർമ്മിപ്പിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് നമ്മൾ ക്യാഷ് കൊടുത്തത് എന്താവൂല, എന്റെ ഉപ്പ ക്യാഷ് തന്നല്ലോ എന്നുള്ള രീതിയിൽ പോസിറ്റീവ് ഒരു വൈബിൽ അവർക്ക് അത് എടുക്കാൻ കഴിയൂല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഈ പഠിച്ച പാട്ട് നിർത്താതെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. സംഗതി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുറമേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെ? യാഥാർത്ഥ്യത്തിൽ നമ്മൾ സംഗതി എല്ലാ സംഭവങ്ങളും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മളുടെ ഉള്ളിൽ നമ്മൾ ക്ലിയർ ചെയ്യാത്ത ചില വേർഷൻ അവിടെ ഉണ്ടായത് കൊണ്ട് നമ്മൾ കൊടുക്കുമ്പോ എന്ത് ചെയ്യൂല, നമ്മളെ ഇന്റൻഷൻ നമ്മൾ ചെക്ക് ചെയ്യൂല എന്നുള്ളതാണ്. അപ്പോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ ഇന്റൻഷൻ എന്നുള്ളത്. നിങ്ങൾ എന്ത് നിയത്തോട് കൂടിയിട്ടാണോ നിങ്ങൾ മക്കൾക്ക് ഒരു കാര്യം കൊടുക്കുന്നത് അത് അവരിൽ അത്രത്തോളം റിസൾട്ടുകൾ കാണിക്കും എന്നുള്ളതാണ്. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ട് റിസൾട്ട് കാണിക്കും, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ട് റിസൾട്ട്സ് കാണിക്കും എന്നുള്ളതാണ്. അപ്പോ ഈ പാരന്റിങ്ങിലോട്ട് വരുമ്പോ നമ്മള് രുചിച്ചറിയാത്ത പല സംഭവങ്ങളും ഉണ്ടാവും, അല്ലെ? അപ്പൊ ഇന്ന് മക്കൾ അനുഭവിക്കും. അപ്പൊ നമ്മളിങ്ങനെ പറയാറുണ്ട്, ഇന്നത്തെ കാലത്തിന് എന്ത് സുഖമാണ്, അല്ലെങ്കിൽ എന്തെല്ലാം അനുഭവിക്കാൻ കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾക്ക് രുചിക്കാൻ പറ്റാത്ത പല ടേസ്റ്റുകളും നമ്മളെ മക്കളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഇരിക്കുന്ന നമ്മളുടെ കുഞ്ഞിന് എന്ത് ചെയ്യുന്നുണ്ട്, അത് വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞിന് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, പ്യുവർ ലവോട് കൂടിയിട്ട് അല്ലെങ്കിൽ പ്യുവർ ഇന്റൻഷനോട് കൂടിയിട്ട് പ്യുവർ നീയത്തോട് കൂടിയിട്ട് ഇത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്.
സത്യത്തില് നമ്മൾ കുറേ മോട്ടിവേഷൻ ഒക്കെ കേട്ടിട്ട് ഹെയറിൽ കയറുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഹെയറിൽ കയറി ഇരുന്നാൽ എന്താ ഉണ്ടാവുക? 2 ദിവസം ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷേ ഈ എയറിൽ കയറിയിട്ട് നമ്മൾ അവിടുന്ന് വീണ്ടും നമ്മളുടെ ആ ഒരു പഴയ നോർമൽ ലൈഫിലോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോട്ടിവേഷൻ അല്ല വേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾക്ക് നമ്മളുടെ ഉള്ളിൽ തന്നെ ആദ്യം കുറച്ച് പണിയെടുക്കാനുണ്ട് എന്നുള്ളതാ. അല്ലെ? ഈ ലോകത്തിൽ നിന്നും എന്തിനും പരിഹാരങ്ങളും എന്തിനും ഉത്തരങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ അത് അന്വേഷിച്ച് ചുഴിഞ്ഞു പോയാലേ നമുക്ക് അതിന് പരിഹാരം കാണുള്ളൂ എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഏത് രുചിച്ചു കൊടുത്താലും നമ്മള് രുചിച്ചത് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറയണം നമ്മൾ വീട്ടിൽ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള കറി രാവിലെ മോർണിംഗിൽ ഉണ്ടാക്കിയിട്ടുള്ള കറി നൈറ്റ് ആയപ്പോ അത് കേട് വന്നിട്ടുണ്ടോ എന്തെങ്കിലും പുളിപ്പ് വന്നിട്ടുണ്ടോ എന്നുള്ളതിൽ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് കൊടുക്കുമ്പോൾ അത് കേടില്ല അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല നമുക്ക് പറയാൻ കഴിയുള്ളൂ. അല്ലാതെ ഞാൻ അത് ടേസ്റ്റ് ചെയ്യാതെ ഞാൻ പറയണം ഇത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേടൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ കൊടുത്തിട്ട് ഞാൻ പറയാണ് എന്ത് ആ ആൾക്ക് അത് രുചിച്ച് നോക്കുന്ന സമയത്ത് അത് പുളിപ്പോ കേടോ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ അത് ടേസ്റ്റ് ചെയ്യാതാണ് കൊടുത്തത് അല്ലെ? അപ്പൊ നമ്മൾ ടേസ്റ്റ് ഇതേപോലെ തന്നെ നമ്മളെ ലൈഫിലോട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ടേസ്റ്റ് ചെയ്യാത്ത പല സംഭവങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർക്കും അതിൻ്റെതായ രീതിയിൽ അതിൻ്റെതായ ഭംഗിയിൽ അത് ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുണ്ട് നമ്മൾ എത്രത്തോളം നല്ലവരായിട്ട് ഇരിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം നന്ദിയുള്ളവരായിട്ട് ഇരിക്കുന്നു അത്രത്തോളം നമ്മളിലോട്ട് വർദ്ധിപ്പിച്ചു തരും എന്നുള്ളത് അല്ലെ? പക്ഷെ ഈ വർദ്ധിപ്പിച്ചു തരിക എന്നുള്ളത് മേ ബി നമ്മൾക്ക് മാത്രമാവണമെന്നില്ല. നമ്മൾ എത്രത്തോളം നന്ദിയുള്ള നമ്മളെ ദൈവത്തിന്റെ അടിമകളായിട്ട് മാറുന്നോ അത്രത്തോളം നമ്മൾ അനുഭവിക്കുന്ന ലൈഫിലേക്കോട്ടെ അത് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മാത്രമാകണമെന്നില്ല. നമ്മളുടെ കരിയറിൽ നമ്മളുടെ മക്കളിൽ നമ്മളെ ഹസ്ബൻഡില് നമ്മളെ കുടുംബത്തില് എല്ലായിടത്തും നമുക്ക് നല്ലതുകൾ കാണാൻ കഴിയുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ രുചിക്കാത്ത പലതും നമ്മൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ അതേ രുചിയിൽ അല്ലെങ്കിൽ നിങ്ങൾ പുറമേ കാണുന്ന യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ നല്ല രുചിയിലാണ് കൊടുക്കുന്നത് എങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള ഒരാൾക്ക് ആ രുചി ഇഷ്ടപ്പെടുന്നില്ല. ആ ഇഷ്ടപ്പെടാത്ത സാഹചര്യത്തിൽ എന്താവില്ല അവർക്കത് കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടില്ല എന്നുള്ളതാണ്. മക്കൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നാണ്. അപ്പൊ ചില പേരൻസ് ഒക്കെ പറയുന്നുണ്ട് എനിക്ക് അതൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് അങ്ങനെ കിട്ടാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്റെ മക്കൾക്ക് നല്ലതേ ഞാൻ കൊടുക്കൂ. എന്റെ മക്കൾക്ക് നല്ലത് കൊടുത്താലേ ഇനി അവർക്ക് നല്ല കാര്യങ്ങൾ അനുഭവിക്കാൻ കഴിയൂ അല്ലെങ്കിൽ എന്റെ ലൈഫേ ഇങ്ങനെ ആയിപ്പോയി ഒരിക്കലും ഞാൻ എന്റെ മക്കൾക്ക് നല്ലതല്ലാത്തത് ഒന്നും കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാട്ടുകൾ പാടുന്ന ആൾക്കാരുണ്ട്. ഈ പാടുന്ന സമയത്തൊന്ന് ആലോചിച്ച് നോക്കുക ഇവർക്ക് കൊടുക്കുന്ന പലതും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചു നോക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തില് നമ്മള് ചില സത്യങ്ങൾ മനസ്സിലാക്കല് നമ്മളിപ്പോ നമ്മളെ മക്കളോട് അല്ലെങ്കിൽ ഒരു ടീനേജ് ആയിട്ടുള്ള മക്കളോടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുന്ന സമയത്ത് അവര് പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു തമാശയുണ്ട് എന്ത് ഇതൊന്നും ഇപ്പൊ മനസ്സിലാവൂല അല്ലെങ്കിൽ പഠിക്കാൻ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ പറയും ഇതൊന്നും നിനക്ക് ഇപ്പോ പറഞ്ഞാൽ മനസ്സിലാവൂല. ആ ഉപ്പന്റെ പ്രായത്തിലോട്ട് അല്ലെങ്കിൽ നീ ഒരു ഉമ്മയാവുന്ന സമയത്തോ ഉപ്പയാവുന്ന സമയത്തേ നിനക്കത് മനസ്സിലാവുള്ളൂ. അല്ലെ? നമ്മളിങ്ങനെ പറയാറുണ്ട് ആ സമയത്തെ നിനക്കിത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ആ സമയത്തെ നിനക്കിത് അനുഭവിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ പഠിച്ചാല് നിനക്ക് അന്ന് നല്ല രീതിയിൽ നടക്കാം അല്ലെങ്കിൽ ഉപ്പന്റെ കഷ്ടപ്പാടോട് കൂടിയിട്ട് നിനക്ക് ജീവിക്കേണ്ടി വരും പ്രവാസത്തിൽ നീ ജീവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മക്കളെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കും. ഈ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ? ഒന്ന് കമന്റ് ചെയ്താ ചാറ്റ് ബോക്സിൽ. നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഇത്രത്തോളം കേട്ടിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞത് ശരിയാണോ തെറ്റായിട്ടാ തോന്നിയത്? പറയൂ. എനിവൺ? ആരും ഇല്ല ഇവിടെ? തെറ്റായിട്ടാ തോന്നുന്നു. ഓക്കെ കറക്റ്റ് ആണ്. ഓക്കെ താങ്ക്സ്. അപ്പോ ചില സത്യങ്ങൾ നമുക്ക് യാഥാർത്ഥ്യത്തില് വരണമെങ്കിൽ നമ്മൾ ആ ഒരു ട്രാക്കിൽ കയറിയിട്ട് അനുഭവിക്കേണ്ടി വരും. അതായത് പാരന്റ്സിന്റെ റോളിൽ ഇരുന്നിട്ട് നമ്മൾ ആലോചിക്കുമ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കൊരു കുട്ടി ജനിച്ചാലേ അല്ലെങ്കിൽ ഞാനൊരു ഉമ്മയോ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് ഒരു അച്ഛനോ ആയിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അവരിൽ ഉണ്ടായിരുന്ന പല നന്മകളും മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ എത്ര കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു? നമ്മള് ഉമ്മയാകേണ്ടി വന്നു. നമ്മള് ആദ്യം ഭാര്യയാകേണ്ടി വന്നു, കല്യാണം കഴിക്കേണ്ടി വന്നു, ഭാര്യയാകേണ്ടി വന്നു, ഉമ്മയാകേണ്ടി വന്നു. ഈ ഉമ്മ എന്ന സ്ഥാനത്തിൽ നിന്നും എനിക്കൊരു കുഞ്ഞ് ജനിച്ചപ്പോ എന്റെ ഉള്ളിൽ എന്റെ കുഞ്ഞും കൂടെ ജനിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. അല്ലെ? നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഓടിക്കളിച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞ് നമുക്ക് ഉണ്ടായിരുന്നു. അതിപ്പോ നമ്മുടെ ഉള്ളിലുണ്ട്.
അപ്പോ ഈ ഉമ്മയും ഉപ്പയും ഒക്കെ ആയി കഴിഞ്ഞ സമയത്ത് ഇവിടെ മക്കൾക്ക് നിങ്ങൾ എന്ത് തന്നെ കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു ഉമ്മ എന്ന റോളിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഒരു പാരന്റിങ് എന്നുള്ള റോളിൽ നിന്നിട്ട് നിങ്ങൾ ഈ മെച്ചോർഡ് ആയിട്ടുള്ള ബോഡി മാത്രമല്ല നിങ്ങളെ മക്കളെ എന്ത് ചെയ്യുന്നത്, പാരന്റിങ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഈ മെച്ചോർഡ് ആയിട്ടുള്ള ബോഡിക്ക് അതിന്റെ ഒപ്പം നിന്നിട്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയും കൂടെ നിങ്ങളെ കുട്ടികളെ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിലൂടെ ജനിക്കപ്പെട്ട കുട്ടികളെ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാദ്യം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുന്ന സമയത്ത് ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ പറയണേ, നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ മക്കൾക്ക് ആത്മാർത്ഥമായിട്ട് കൊടുക്കണം എന്ന് ശ്രമിച്ചാലും നിങ്ങളുടെ ഉള്ളിലുള്ള കുട്ടി ചികഞ്ഞു നോക്കും. എന്താ നോക്കുന്നറിയോ? എനിക്ക് കിട്ടാത്തത് എന്തെങ്കിലും ഇവള് കൊണ്ടുപോയിട്ട് അവളുടെ കുട്ടിക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് അവിടെ ഒന്ന് ആലോചിച്ച് നോക്കും. ഈ ആലോചിക്കുന്ന സമയത്ത് അപ്പോഴാണ് പാരന്റ്സിൽ ഈഗോ വർക്ക് ചെയ്യാൻ തുടങ്ങുക. പാരന്റ്സിൽ ഈഗോ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മളൊന്നും ചെയ്ത കാലത്ത് ഇങ്ങനൊന്നും കിട്ടിയില്ലായിരുന്നു, ഇങ്ങനൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു, ഇത് ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ നടക്കരുത്, എന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം എന്നുള്ള ഡയലോഗൊക്കെ നമ്മൾ പറയുന്നുള്ളതാണ്. ഇവിടെയാണ് ആ കുട്ടിന്റെ ഉള്ളിലുള്ള പല സംഗതികളും ഫുൾഫിൽ ചെയ്യാത്തത് കൊണ്ട് നമ്മൾക്ക് വാക്കിലൂടെ പല സംഭവങ്ങൾ ഈഗോ ആയിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നുള്ളതാണ്. അപ്പൊ പാരന്റ്സിന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാല് ആ സ്വർഗം നമ്മൾ വാക്ക് കൊണ്ട് പറഞ്ഞ് അവരെ ബോധിപ്പിക്കേണ്ട സംഭവമല്ല. നമ്മുടെ ജീവിതത്തിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് നമ്മളാണ് സ്വർഗം നേടിക്കൊടുക്കേണ്ടത്. ആ സ്വർഗം നേടിക്കൊടുക്കാനുള്ള യോഗ്യത പോലും അവകാശം പോലും നമ്മൾക്കാണ് ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നോ, നമ്മൾ അവർക്ക് എന്ത് കൊടുക്കുന്നോ അതിന്റെ റിസൾട്ട് ആയിട്ടാണ് അവർ വളരുക എന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മാത്സ് മാത്രം പഠിച്ചില്ല, സയൻസ് ഒക്കെ പഠിച്ചു, എക്സാം എഴുതി, ജസ്റ്റ് അതിലൊക്കെ A+ കിട്ടി. പക്ഷെ മാത്സിൽ ഞാൻ ജസ്റ്റ് പാസ്സാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള സബ്ജക്റ്റ് ഒക്കെ എനിക്ക് A+ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ A+ കിട്ടിയ സമയത്ത് മാത്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പാസ്സായിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ SLC പാസ്സായിട്ടുണ്ടാവും. പക്ഷെ എന്തുണ്ടാവില്ല, എന്റെ ലൈഫിൽ ഞാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ എന്റെ തുടർ പഠനം എനിക്ക് മാത്സുമായിട്ടാണ് അല്ലെങ്കിൽ മാത്സ് സംബന്ധിച്ചാണ് പഠിക്കാനുള്ളത് എങ്കിൽ എനിക്ക് അവിടെ മാത്സിന് കൂടുതൽ മാർക്ക് വേണമെങ്കിൽ എന്താണ്, യോഗ്യത വേണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതേ സംഭവം തന്നെയാണ് മക്കൾക്ക് പല ഭാഗത്ത് നിന്നും പലതും ചെയ്തു കൊടുക്കുന്നുണ്ടാവാം. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നാവാം അവർക്ക് എന്തെങ്കിലും ഒരു ത്രെഡ് കിട്ടാത്തതിന്റെ പേരിലാവാം അവര് നമ്മളിൽ നിന്നും ഡിസ്കണക്ട് ആയി പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ കണക്ഷൻ അല്ലെങ്കിൽ നമ്മളിപ്പോ അവിടെ പറയും ഒരു ഭാഗത്തല്ലേ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളൂ എന്നുള്ളത്, പക്ഷെ ആ മിസ്റ്റേക്ക് പറ്റിയ ഭാഗമാണ് നിങ്ങളുടെ മക്കൾക്ക് ലൈഫിൽ വിജയത്തിന് സാധ്യത എങ്കിൽ ബാക്കിയുള്ളതിലൊക്കെ A+ നേടിക്കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. ബാക്കിയുള്ളതിലും A+ നേടിക്കൊടുക്കണം. ഈ തെറ്റ് പറ്റിയ ചെറിയൊരു ഭാഗത്തും കൂടി A+ നേടിക്കൊടുക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്താൽ അവരുടെ ലൈഫിൽ അവർ വിജയിക്കും എന്നുള്ളതാണ്. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്റെ മക്കൾക്ക് ഞാൻ ഇനി എന്തൊക്കെ മാറ്റം സൃഷ്ടിക്കണം എന്നുള്ളത്. അപ്പോ ഈ മക്കളിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ചിലവർക്ക് തോന്നാം ഞാൻ നല്ലതേ കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ എന്റെ പാരന്റിങ് നല്ലതായിരുന്നു എന്നുള്ളതൊക്കെ. പക്ഷെ ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യേണ്ടത് നമ്മളുടെ പാർട്ടാണ് എന്നുള്ളതാ. നമ്മളുടെ ഉള്ളിലോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എവിടൊക്കെ സംഗതികൾ വരാനുണ്ടോ അതെല്ലാം ഫുൾഫില്ല് ചെയ്തിട്ടാണ് മക്കളിലോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. നമ്മളിൽ നിന്ന് പല കാര്യങ്ങളും ഫുൾഫില്ല് ചെയ്യാതാവുമ്പോൾ നമ്മളെ കാലിൻ ചുവട്ടിലുള്ള സ്വർഗം ആർക്ക് കിട്ടൂല, നമ്മളെ മക്കൾക്ക് കിട്ടൂല എന്നുള്ളതാണ്. അപ്പൊ മക്കൾക്ക് സ്വർഗം കൊടുക്കാനും സ്വർഗം കൊടുക്കാതിരിക്കാനുള്ള കാരണക്കാർ നമ്മൾ തന്നെയാണ്. അവർക്ക് നാളെ ഒരിക്കൽ സ്വർഗം കിട്ടിയില്ലെങ്കിൽ എന്റെ ഉമ്മ കാരണം അല്ലെങ്കിൽ ഉപ്പ കാരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും അവകാശം ഉണ്ടോ അവിടെ? ഇല്ല. അപ്പൊ നമ്മൾ ഭൂമിയിൽ ജീവിച്ച കാലം എന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം, എന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം എന്ന് പറയുന്നത് കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്നുള്ള അത് അവർക്ക് ബോധ്യമാണം. ഇത് എന്റെ ഉമ്മയാണ്, അല്ലെങ്കിൽ ഇത് എന്റെ ഉപ്പയാണ് എന്നുള്ള ആ ഒരു ലഹരി അവരിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാ വേണ്ടത്. അപ്പോ ഇതിനാദ്യം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സിലാണെന്നുള്ളതാ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം നന്ദികൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അനുഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ അതിന് എല്ലാത്തിനും നമ്മളെ സൃഷ്ടാവിനോട് നന്ദി അറിയിച്ചാലേ ചില ഭാഗങ്ങൾ ഈസി ആയിട്ട് നമുക്ക് തുറന്നു തരുള്ളൂ എന്നുള്ളതാണ്. അതാണ് ദൈവം പോലും പറഞ്ഞത് ലൈൻ ശകർത്തും ലാസീസൻഡക്കും അല്ലെ. ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് മോർ എന്നാ പറഞ്ഞത്. നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരും. അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് ബട്ട്
എന്താണ്, നിങ്ങള് നന്ദി ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പരീക്ഷണങ്ങളും പണിഷ്മെന്റുകളും തരുന്ന ദൈവം പോലും ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ഇനി ഖുറാനിൽ മാത്രമല്ല, എന്തിലുണ്ട്, എല്ലാ വേദഗ്രന്ഥത്തിലും ബൈബിളിലും എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോ പാരന്റിങ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ഒരു ജന്മം എടുത്തത് കൊണ്ട് മാത്രം കൊടുക്കേണ്ട സംഭവമല്ല. നമ്മൾ ഭൂമിയിലോട്ട് എന്ന് പിറവി എടുത്തിട്ടുണ്ടോ അന്ന് മുതൽ നമ്മളുടെ ഉള്ളിലെല്ലാം ഒരു പാരന്റിങ്ങിന്റെ റോൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതാദ്യം മനസ്സിലാക്കണം. ഇനി ആദ്യ സമയത്തൊക്കെ നമ്മൾ കണ്ണുകൊണ്ടും സ്നേഹം കൊണ്ടും കണ്ണുകൾ കൊണ്ടും സ്നേഹിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാക്ക്, പ്രവൃത്തി, നോട്ടം എല്ലാം ഒരു കുട്ടീനെ കിസ് ചെയ്യുന്നത് പോലും നമ്മൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇത് ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു നിധിയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഏതോ ഒരു പോയിന്റ് എത്തുമ്പോ, അതായത് ഏത് പോയിന്റ് എത്തുമ്പോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കുള്ളിലെ കുഞ്ഞിന് ഏത് സമയം വരെയാണോ നല്ല രീതിയിലുള്ള കെയർ കിട്ടിയിട്ടുള്ളത് ആ സമയം വരെ നിങ്ങൾക്ക് മക്കളെ നല്ല രീതിയിൽ നോക്കാൻ കഴിയും. പിന്നെ നിങ്ങളുടെ ലൈഫിൽ മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സോ നിങ്ങളുടെ താഴെ ഉള്ളവർ ആരെങ്കിലും നിങ്ങളുടെ ഉമ്മക്ക് ജന്മം എടുത്ത സമയത്ത് അല്ലെങ്കിൽ ഉമ്മയിലൂടെ പിറവി എടുത്ത സമയത്ത് നിങ്ങൾ വലുതായല്ലോ, അല്ലെങ്കിൽ ഇനി അവർക്കാണല്ലോ കൂടുതൽ കൊടുത്തു തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്തൊക്കെ സമയത്ത് നിങ്ങൾ കുറച്ച് മുതിർന്ന കുട്ടികളായി എന്നുള്ളത് നിങ്ങളുടെ പാരന്റ്സിന്റെ ഉള്ളിൽ ഫീൽ ചെയ്തപ്പോൾ അവർ പല കാര്യങ്ങളും നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്തു തന്നു. ഇപ്പൊ ഈ ബ്രേക്ക് ചെയ്ത സംഭവം നിങ്ങളുടെ കുട്ടികളിലും അതേ പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ആയി പോകുന്നുള്ളതാണ്. ആ ഒരു കണക്ഷൻ അവിടെ നിന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ കുഞ്ഞിനെ, അതായത് ന്യൂ ബോൺ ബേബീസിനെ കിട്ടിയിരുന്ന ആ സ്നേഹം ഉണ്ടാവുമല്ലോ, നിങ്ങളെ കൈകളിൽ ഇപ്പൊ ന്യൂ ബോൺ ബേബീസ് ഉണ്ടെങ്കിൽ ആ ബേബീസിനോട് കാട്ടുന്ന സ്നേഹം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന സ്നേഹം ഒരു പോയിന്റ് എത്തുമ്പോൾ ഡിസ്കണക്ട് ആയി പോകും. അത് നിങ്ങൾ അനുഭവിക്കാത്ത നിങ്ങളിലെ കുഞ്ഞിന്റെ ആ ഒരു സമയം എത്തുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് ഡിസ്കണക്ട് ആക്കും എന്നുള്ളതാണ്. അത് അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്, ഒരിക്കലും അറിഞ്ഞിട്ട് നമ്മളത് ചെയ്തതല്ല എന്നുള്ളതാണ്. നമ്മൾ ഓരോ പാരന്റ്സും എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്, എന്റെ മക്കൾക്ക് നല്ലത് കൊടുക്കണം, എന്നിൽ നല്ലതുണ്ടെങ്കിലേ അവർക്ക് നല്ലത് കൊടുക്കാൻ കഴിയുന്നുള്ളൊക്കെ ചിന്തവും ബോധമൊക്കെ നമുക്കുണ്ട്. അപ്പൊ ഒരിക്കലും നിങ്ങളെ സെൽഫിൽ തന്നെ നിങ്ങൾ കുറ്റപ്പെടുത്താൻ പോകരുത്. കാരണം ഇത്രയും കാലം ഇങ്ങനത്തെ ഒരു അറിവ് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആയി പോയത് എന്ന് ചിന്തിച്ചാൽ മതി. ഇനി വരുന്ന ഓരോ സെഷൻസിലും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങൾ മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ളത്. അല്ലാതെ നമുക്ക് അറിവുകൾ ഇന്നത്തെ കാലത്ത് പഠിക്കാൻ അവസരങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അല്ല അതിൽ കഴിഞ്ഞു പോയതിൽ എന്റെ മക്കൾക്ക് കൊടുത്തതിൽ ഖേദിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. അല്ലെ, അതും ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിഷമിച്ചിരിക്കാനല്ല നമ്മോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കൂടുതൽ വിശ്വാസത്തോടു കൂടെ, സറണ്ടറൻസോട് കൂടെ തവക്കൽ ചെയ്തിട്ട് മുന്നോട്ട് പോകാനാ പറഞ്ഞിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഇതേപോലത്തെ സെഷൻസുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാരന്റ്സിൽ നിന്നും നിങ്ങൾക്ക് വന്നു പോയിട്ടുള്ള മിസ്റ്റേക്ക് പോലും നിങ്ങളെ പാരന്റ്സിന് നിങ്ങൾക്ക് പറയാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, മാതാപിതാക്കൾക്ക് പോലും പുറത്തു കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ പാരന്റ്സിനെ കുറ്റം പറയുന്ന ഒരു സാഹചര്യമാക്കിയിട്ടും എടുക്കരുത്. കാരണം അവർക്കും അറിവില്ലാത്തതിന്റെ പേരിലാണ് എന്ത് ചെയ്തത്, അവർ നമ്മളെയൊക്കെ ഇങ്ങനെ ആക്കി തീർത്തത് എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് ആലോചിക്കേണ്ട കാര്യം, ഇനി അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന, ഇപ്പൊ മക്കളിൽ ഫീൽ ചെയ്യുന്ന സ്നേഹം ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡിസ്കണക്ട് ചെയ്ത് പോവരുത്. അത് കണ്ടിന്യൂ ചെയ്യണം. അല്ലെ, ഇപ്പൊ അതായത് ഇപ്പൊ എല്ലാവർക്കും ഇതിലുള്ള ഉമ്മമാർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഒരു കുഞ്ഞു ബേബി നമ്മളെ കയ്യിൽ കിട്ടിയാല് അതിനെ നിലത്ത് വെക്കാതെ, അല്ലെ, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് ആ സ്നേഹം നമ്മള് എന്ത് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തത് എന്നുള്ള. പക്ഷെ വലുതാവുമ്പോൾ തലയിൽ വെക്കണം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പൊരുൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം ഒരു പോയിന്റ് എത്തിയപ്പോൾ ആ സ്നേഹം എന്നിൽ നിന്നും ഓട്ടോമാറ്റിക്കലി ഡിസ്കണക്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയാണ് എടുക്കുന്നത്. ഇന്ന് ഞാനൊരു 1 hour എടുക്കണം എന്ന് കരുതിയിരുന്നു, പക്ഷെ എനിക്കിന്ന് വേറൊരു സെഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇത്ര എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി നെക്സ്റ്റ് സെഷനിൽ പറയാം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. എനിവൺ?